വഹാബികളെ ഫോക്കസ് ചെയ്ത ഒരു മുഴുവൻ പ്രസംഗം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഓ പ്രിയപ്പെട്ട സോളാറേ, ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, അതായത് മൂപ്പര് ചോദിച്ചതിന്റെ താല്പര്യം എന്താണെന്ന് അറിയോ? പേരോടിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പ്രസംഗം നടത്തിയിട്ടുണ്ടോ? എന്തിനാ ഞങ്ങൾ പഴയ വഹാബികളെയും കൂടി കൂട്ടണത്? ഞങ്ങളെ തന്നെ പറയാൻ ഇഷ്ടം പോലല്ലേ? ആ മുത്തുമണി ഞങ്ങൾ അങ്ങനെ ചെയ്യാം. അതിന്റെ എന്തെങ്കിലും റിക്വസ്റ്റ് ഞങ്ങൾ മാനിക്കണ്ടേ? വഹാബിസത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എടാ, ഇന്ന് സക്കരിയ സലാഹി, മരിച്ചുപോയ സക്കരിയ സലാഹി ഉണ്ടല്ലോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന അനീഫ് കായക്കൊടി ഉണ്ടല്ലോ, ഫൈസൽ മൗലവി ഉണ്ടല്ലോ, ഇതുപോലെയുള്ള വഹാബി മൗലവിമാരുണ്ടല്ലോ, അതിനേക്കാളും മതപ്പതിച്ച നശിച്ച വാദമാണ് നിന്റെ നേതാവായ പേരോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ വഹാബി ആരാ? ഈ പേരോട്ടുകാരനാ. അപ്പൊ ഓനിക്കെതിരല്ലടാ ഫുള്ളായിട്ട് സംസാരിക്കേണ്ടത്. ഞങ്ങൾ ഇടക്ക് ബരും കൂടി കൂട്ടി സംസാരിക്കണം. എന്താ വെച്ചാൽ ഇവര് നന്നായി ആൾക്കാർക്ക് തോന്നണ്ടെന്ന് എഴുതിയിട്ടാ ഇനി ഞങ്ങൾ നിങ്ങളെ തന്നെ പേരോടിനെ തന്നെ കൈകാര്യം ചെയ്യാം. ഓനിക്കപ്പോൾ അസുഖം അതാ. ഏതൊക്കെ രൂപത്തിൽ ഇങ്ങനെ ആസനം തലോടിക്കൊണ്ടിരിക്കുക. സ്റ്റേജ് കിട്ടണ്ടേ, സുഖിപ്പിക്കണ്ടേ, അതിനുള്ള പരിപാടിയാ. അതൊക്കെ നന്ന്. പക്ഷേ സുന്നത്ത് ജമാഅത്തുമായ ആശയത്തെ തൊട്ട് കളിക്കാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ ഇരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യും.